അസ്സലാമലൈക്കും. സ്നേഹമുള്ളവരെ, 2025 പുതുവർഷത്തിലേക്ക് കടന്നപ്പോൾ പലരും അവരുടെ ജീവിതത്തിൽ പുതിയ നല്ല സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ വർഷവും കടന്നു വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ വർഷമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയി, ഇനി അടുത്ത വർഷമെങ്കിലും നമുക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. അങ്ങനെ പലതരത്തിലും സ്വപ്നങ്ങൾ കണ്ട് ഓരോ വർഷങ്ങളും കടന്നു പോകുന്ന സന്ദർഭത്തിൽ 2025 കടന്നപ്പോൾ ഞാൻ എൻ്റെ ആളുകളോട് പറഞ്ഞു, ഈ വർഷം മരണങ്ങളുടെ വർഷമാണ്. ഏറ്റവും അധികം മരണങ്ങൾ നടക്കുന്ന വർഷമാണ് 2025 എന്ന് ഞാൻ പറയുകയുണ്ടായി. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ 2025 പിറന്നപ്പോൾ തന്നെ ഇന്ന് ഈ സമയം വരെയും നമ്മൾ മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ മരണങ്ങൾ തന്നെയാണ്, കൊലപാതകങ്ങൾ. ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി, വളരെ ചെറിയൊരു കുട്ടിയെ കൊല്ലാൻ കിണറ്റിലേക്ക് ജീവനോടുകൂടി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നിരന്തരം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും ഉണരുന്നത്. ഓരോ കുടുംബങ്ങളും ഓരോ പ്രതീക്ഷകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും വന്നു ചേരുകയാണ്. വിശ്വാസികളും അവിശ്വാസികളും അതുപോലെ തന്നെ അവിശ്വാസത്തിനേക്കാളെല്ലാം അപ്പുറത്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു കൂട്ടം വ്യത്യസ്തരായ മനുഷ്യരുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുമൊക്കെ പലതരത്തിൽ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ വളരെയധികം തീവ്ര മനോഭാവമുള്ളവരായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് പോകുമ്പോൾ ഒരു തെറ്റിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് ഭയമുണ്ടായിരുന്നു. എന്താണ് ഭയമെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷിതാക്കളെ തന്നെയായിരുന്നു ഭയം. നേരത്തെ വീട്ടിലേക്ക് എത്താൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. വൈകിയാൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ നമ്മളെ വഴക്ക് പറയുമെന്ന് പറയുന്നൊരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയി. ഇന്ന് പോയിട്ട് തിരിച്ചു വന്നാൽ വന്നു, അത്രയേ ഉള്ളൂ. പലരും അസമയത്ത്, എറണാകുളം ടൗണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രാത്രികാലങ്ങളിലൊക്കെ യാദൃശികമായിട്ട് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോഴൊക്കെ 1 മണിക്കും 2 മണിക്കൊക്കെ നിറയെ ചായക്കടകൾ കാണാമായിരുന്നു. ഈ ചായക്കടകളിലൊക്കെ ആൺകുട്ടികൾ ചായ കുടിക്കുന്നത് കണ്ടാൽ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നില്ല. പക്ഷേ ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നുകൊണ്ട്, അതും വളരെ ചെറിയ കുട്ടികളൊക്കെ ഈ രാത്രി സമയങ്ങളിൽ തെരുവിൽ അലയുന്നത് നാം കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചോദിക്കും, രാത്രി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പാടില്ലേ? എല്ലാവർക്കും നടക്കാം, അതിനൊന്നും ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷെ നമ്മുടെ രാജ്യം അത്രയ്ക്ക് സുരക്ഷിതമല്ല. നമ്മുടെ കേരളത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു കുറ്റം നടന്നതിന് ശേഷമാണ് കുറ്റവാളിയെ തിരയുന്നത്. കുറ്റങ്ങൾ നടക്കാതിരിക്കാനുള്ള ഭയങ്ങളൊന്നും നമ്മുടെ സിസ്റ്റത്തിനില്ല. ഒരു സൗദിയിൽ ആണെങ്കിൽ ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ ഭയമുണ്ടാകും. കാരണം അവിടുത്തെ ശിക്ഷാ വിധികളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ മനസ്സ് വന്നാലും തെറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, രക്ഷിതാക്കളെ ഭയക്കുന്നത് പോലെ നിയമത്തെ ഭയം.
ഇവിടെ നിയമത്തെ ആരും ഭയക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സംഭവങ്ങളും നിരന്തരം കേൾക്കുമ്പോൾ അവർക്ക് കാര്യമായ ഒരു ശിക്ഷയും ലഭിക്കുന്നില്ല. സൂഫിസമാണ് നമ്മുടെ വിഷയമെങ്കിലും നമുക്കെല്ലാവർക്കും ജീവിക്കാൻ കഴിഞ്ഞെങ്കിലല്ലേ എന്ത് കാര്യവും നമുക്ക് അതിൻ്റെതായ വഴിയിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും മക്കളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ജീവിതം എന്ന് പറയുന്ന ആ വലിയ യാത്രയ്ക്കിടയിലുള്ള മരണവുമുണ്ട്. അതൊരു ദുർമരണമാകാതെ ഒരു സമയമെത്തിയിട്ടുള്ള ഒരു മരണത്തിന് വേണ്ടിയാണ് നാം ഒക്കെ ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു സമയം, നമുക്കെല്ലാവർക്കും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിൽ നമ്മൾ മരിക്കണം. പക്ഷെ പലരും ആ സമയത്തിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തെ തട്ടിമാറ്റിക്കൊണ്ട് പെടുമരണത്തിൽ ചെന്ന് പെടുന്ന അവസ്ഥകൾ. പല പ്രശ്നങ്ങളും നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അധികം പേരുകൾ കാണുന്നത് മുസ്ലിം നാമധാരികളെയാണ്. ലഹരിക്കടത്തായാലും ലഹരി വിൽപ്പനയായാലും അതുപോലെ മറ്റിതര ക്രിമിനൽ കേസുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെ ഈ മുസ്ലിം പേരുകൾ കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട്. 2 സ്ത്രീകളെ ഈ അടുത്ത് കൊലപ്പെടുത്തിയ ചെന്താമര എന്ന് പറയുന്ന ആൾ, നമ്മൾ ഈ വിഷയമൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അയാൾ ക്രൂരമായ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഏത് രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതും എല്ലാവരും കണ്ടതുമാണ്. മറിച്ച് അതൊരു മുസൽമാനാണ് ചെയ്തിരുന്നതെങ്കിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ വാർത്തകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടേ. അല്ലെങ്കിൽ തന്നെ മുസ്ലിം നാമധാരികൾക്കൊക്കെ കുഴപ്പം പിടിച്ച് നടക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വരെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ അയാളൊരു അക്രമകാരിയാണെന്നുള്ള വാർത്തയല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് അയാളൊരു തീവ്രവാദിയാണെന്നോ ഭീകരവാദിയാണെന്നോ അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ കേട്ടില്ല. വെറുമൊരു കൊലപാതകി എന്നുള്ള വാക്കേ കേട്ടു. ഇന്നൊരു കുട്ടിയെ കിണറ്റിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആളെ എടുത്ത് നോക്കുമ്പോഴും എല്ലാവരും വാർത്ത ഇങ്ങനെ കാണുന്നു, ഇവനൊരു മനുഷ്യനാണോ, എനിക്കെങ്ങനെ സാധിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളെ കാണുന്നുള്ളൂ. മറിച്ച് അതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ കുറ്റങ്ങൾ എല്ലാവരും പല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു മുസ്ലിം നാമമായി മാറുമ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്. അവിടം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ഗുരു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൂഫിയുടെ കയ്യിൽ പെടണം. ഇവൻ അത് വലിയ പാടുള്ളൊരു കാര്യവുമാണ്. ആലിമ്യങ്ങളുടെ കയ്യിൽപ്പെട്ടാൽ ഒരു പരിധിവരെയൊക്കെ നേരെയാവുമെങ്കിലും പൂർണ്ണമായിട്ട് അവനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക്. പക്ഷെ ഒരു സൂഫിക്ക് അവനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിന് അവിടെ എത്തപ്പെടൽ അവന്റെ വിധിയാണ്, നിയോഗമാണ്. ഒരു നിഷ്കളങ്കമായ മനസ്സുള്ളവനിക്ക് മാത്രമേ സൂഫികളുടെ അരികിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലാത്തൊരാൾക്കും എത്താൻ പറ്റില്ല. അഥവാ ആരെങ്കിലും എത്തിയാലും അവർക്ക് അധികം നാൾ നിൽക്കാൻ പറ്റില്ല, അവരത് വിട്ടു ഓടേണ്ടി വരും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സൂഫിസത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ, അല്ലാത്തവർക്കൊന്നും നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആലോചിക്കും, അവർ ദിക്ർ ചെല്ലുന്നുണ്ട്, സലാത്ത് ചെല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് മുജാഹിദ് എത്ര ഭംഗിയായിട്ടാണ് നിസ്കരിക്കുന്നത്. അവർ വെള്ളവസ്ത്രം ധരിച്ച് താടിയൊക്കെ നീട്ടി വളർത്തി ഏറ്റവും അധികം ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവർ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്
സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ആളുകൾ അവർ അംഗീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ചോദിക്കും, അള്ളാഹുവിനെ അല്ലേ വിശ്വസിക്കേണ്ടത്? അതെ, അള്ളാഹുവിനെ തന്നെയാണ് നമ്മെ എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദം നബിക്ക് സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൻ്റെ പോലെ, ആ ഒരു ജിന്നിനെ പോലെ പറഞ്ഞ ആ ഒരു സ്ഥിതി, അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അള്ളാഹ് പറഞ്ഞത് ആദമിന് സുജൂദ് ചെയ്യാനാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനല്ല. അപ്പോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അവരോട് സുന്നികൾ യോജിക്കാത്തത്. നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് സൂഫികളെ ഇഷ്ടപ്പെടുന്നതും അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതും എല്ലാം. പക്ഷെ പലരും പ്രസംഗിച്ച് ഈ ഖബറുകളെയൊക്കെ വേറൊരു ലെവലിൽ കൊണ്ട് വെച്ചത് പല തർക്കത്തിനും കാരണമായിട്ടുണ്ട്. ചില ദർഗകൾ അവരുടേതായ വരുമാനത്തിൻ്റെ വഴി നോക്കുന്നുണ്ട്. ചില ദർഗകൾ ആനയും അമ്പാരിയുമായിട്ട് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇതൊക്കെ പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ എന്താ പറയുക, വലിയ ആഗ്രഹങ്ങളും, നമുക്ക് ആവശ്യങ്ങളാണ് വേണ്ടത്, ആഗ്രഹങ്ങൾ വേണ്ട. എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്, പ്രതീക്ഷകളാണ്. എന്തിനു പ്രതീക്ഷിക്കുന്നു, എന്തിനാഗ്രഹിക്കുന്നു? നാളെ നേരം വെളുത്ത് നമ്മളുണ്ടെങ്കിലുണ്ട്, കൊല്ലവും വർഷവും കണക്ക് കൂട്ടി നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. നമ്മളത്രയും വർഷം എത്തുന്ന എന്താ ഒരു ഉറപ്പ്? ഒരു കടയിൽ ചെന്ന് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി പറയും. നമുക്ക് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? അപ്പോൾ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഓടുകയാണ്, ജീവിക്കാനുള്ള ഓട്ടം. ഇതിനിടയിൽ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കുന്നു! അപകട മരണങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നിറയുകയാണ്. എന്തുകൊണ്ട് ഇതൊന്നും അവസാനിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ജഡ്ജി ആകണമെങ്കിൽ ഒരു പ്രതി ആവശ്യമാണ്. ഒരു പോലീസുകാരനായിട്ട് നിലകൊള്ളണമെങ്കിൽ പ്രതി ആവശ്യമാണ്. ഒരു വക്കീലായിട്ട് നിലകൊള്ളണമെങ്കിൽ ഒരു പ്രതി ആവശ്യമാണ്. ഒരു ഡോക്ടറായിട്ട് ഇരിക്കണമെങ്കിൽ രോഗി ആവശ്യമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്തരം ആളുകൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇരകളും ഉണ്ടായേ പറ്റുള്ളൂ. അവിടെ ആരാണ് ഇരകളാകുന്നത് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഇരകളാകാതെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന പനി, ജലദോഷം, അതുപോലെയുള്ളതൊക്കെയാണ് ചെറിയ രോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വരാൻ നിർബന്ധമായ രോഗങ്ങളാണതെല്ലാം. അത് വരികയും പോവുകയും ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന രോഗങ്ങളൊക്കെ ഭീകരമായ രോഗങ്ങളാണ്. ക്യാൻസർ, ട്യൂമർ, ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ അവയവങ്ങളിൽ പലതരത്തിലുള്ള പുതിയ പുതിയ പേരുകളിലുള്ള രോഗങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇതെല്ലാം വന്നുപെടുന്ന ശരീരം എന്തുകൊണ്ട് ആ ശരീരത്തിൽ വന്ന് കയറി? തുറന്നു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കാണ് എന്ത് സാധനവും വന്ന് കയറുന്നത്. അതിനൊരു ഭദ്രമായ മൂടിയുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും സഞ്ചരിക്കുകയുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാത്രത്തിലെടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം പിടിച്ചിട്ട് വരും, പക്ഷേ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, ചുറ്റും നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ശല്യപ്പെടുത്താൻ വരുന്ന പിശാച് അവൻ്റെ ചുറ്റും നടക്കുകയുള്ളൂ, അവൻ്റെ അകത്തേക്ക് കടക്കില്ല. ഇതൊന്നും ഇല്ലാത്തവൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം കടക്കും. അപ്പോൾ ഇവൻ്റെ ഉള്ളിലേക്ക് ഇത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
ശരിയായ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് സൂഫി എന്ന് പറയുന്നത്. അവനിക്ക് പിന്നെ ആശുപത്രിയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനി, ജലദോഷം, യാത്രകൾ ചെയ്തിട്ടുള്ള ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനൊക്കെ മരുന്ന് വാങ്ങണം, മരുന്ന് വാങ്ങി കഴിക്കണം. അല്ലാതെ ഭീകരമായ രോഗത്തിന് നമ്മൾ അടിമയാകരുത്. അത്തരം രോഗങ്ങൾ അടിമയാകുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പോകുന്ന കൊണ്ട് തന്നെയാണ്. നമ്മളൊന്ന് കുളിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പിൻ്റെ ഗന്ധം, നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ സോപ്പിൻ്റെ ഗന്ധം. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഇന്നൽ കുലൂബി ഹലാബിദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദിക്റുണ്ടായിരിക്കും. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന റബ്ബാണെന്നുള്ളൊരു ബോധം, ആ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് റബ്ബാണെന്നുള്ള പൂർണ്ണമായൊരു ബോധവും അതിൻ്റെ അറിവ് തരാൻ അവൻ നിയോഗിച്ച ആളുകളെ ബഹുമാനിക്കുകയും കൂടി ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ പ്രകാശമുണ്ടാവും. നെഗറ്റീവും മാത്രം അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഫേസ് മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ന്യൂട്രും കൂടി വേണം, അപ്പോഴേ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു വെളിച്ചം ഉണ്ടാകുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ വെളിച്ചം കിട്ടാൻ പണിയാണ്. രണ്ടും കൂടി ചേരണം. ആ നെഗറ്റീവും പോസിറ്റീവും കൂടി ചേർന്നെങ്കിൽ മാത്രമാണ് പ്രകാശം ഉണ്ടാകുന്നത്. പക്ഷെ പലരും ആ പോസിറ്റീവ് മാത്രം എടുക്കാൻ ശ്രമിക്കുകയാണ്, നെഗറ്റീവ് എടുക്കില്ല. ഒരു ബാറ്ററി ആണെങ്കിലും ഒരു ടോർച്ചിൻ്റെ അകത്തിന് അതിനുണ്ട് ഒരു നെഗറ്റീവും പോസിറ്റീവും. അതിലുള്ള ബൾബിനെ പ്രകാശിപ്പിക്കുന്ന രണ്ടറ്റവും മുട്ടണം. ഒരറ്റം മാത്രം മുട്ടിച്ച് കത്തിക്കാൻ പറ്റില്ല.